മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിൻ്റെ ദൃശ്യം സീരീസിലെ മൂന്നാമത്തെ ചിത്രം 200 കോടി ക്ലബിൽ അംഗമായിരിക്കുകയാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിരവധി സിനിമകൾ നേരത്തെ എമ്പുരാനും തുടരുമൊക്കെ ഈ 200 കോടി എന്നുള്ള നമ്പർ ക്രോസ് ചെയ്തിരുന്നു. ഇപ്പോൾ ദൃശ്യം കൂടി അതിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ദൃശ്യത്തിൻ്റെ ആദ്യ 2 ഭാഗങ്ങൾ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ തിരക്കഥ എഴുതിയ ആദ്യത്തെ 2 ഭാഗങ്ങൾക്ക് വലിയ സ്വീകാര്യതയാണ് കേരളത്തിൽ കിട്ടിയത്, പ്രത്യേകിച്ചും കുടുംബ പ്രേക്ഷകർക്കിടയിൽ. അപ്പോഴാണ് അതിൻ്റെ 3-ാം ഭാഗം കൂടി വരുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ആദ്യം സംഭവിക്കുന്നത്. തുടർന്ന് ഈ അടുത്ത് ചിത്രം പ്രദർശനത്തിന് എത്തുന്നത്. ദൃശ്യം സീരീസിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആദ്യ 2 ഭാഗങ്ങൾ കണ്ട ഓരോരുത്തർക്കും വ്യക്തമാവുന്ന ഒരു കാര്യം, അതിൻ്റെ സ്ക്രിപ്റ്റ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അഥവാ 2 ഭാഗങ്ങളിലെ ആദ്യ പകുതി എന്നുള്ളത് അവരുടെ ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ് പോകുന്നതെങ്കിൽ, തുടർന്നങ്ങോട്ട് ആദ്യ പകുതി കഴിയുമ്പോൾ ചിത്രം അതിൻ്റെ യഥാർത്ഥ ത്രില്ലർ മൂഡിലേക്ക് കടക്കുന്ന സംഭവ വികാസങ്ങളാണ് 2 ഭാഗത്തും കണ്ടിട്ടുള്ളത്. 3-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങളും അതുപോലെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇനിയും തന്നെ പിന്തുടരുന്നുണ്ടോ എന്നുള്ള ജോർജ് കുട്ടിയുടെ സംശയങ്ങളൊക്കെ ആയിട്ടാണ് 3-ാം ഭാഗം പോകുന്നത്. അപ്പോഴും മോഹൻലാൽ എന്നുള്ള താരത്തിൻ്റെ സ്റ്റാർഡം ഓരോ തവണയും ദൃശ്യത്തിന് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ദൃശ്യം 1, 2 എന്നിവ വളരെ മികച്ചതായിരുന്നു. 1 നമുക്ക് അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ നൽകി നമ്മളെ ഭ്രമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 2-ാം ഭാഗവും അതിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. പക്ഷെ 3-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അത്രത്തോളം ഇല്ലെങ്കിലും 2 ഭാഗം കണ്ട പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് 3-ാം ഭാഗവും നമുക്ക് കണ്ടു നോക്കാവുന്നതാണ്, അഥവാ 3-ാം ഭാഗവും കണ്ടിരിക്കാവുന്ന സിനിമയാണ്. ഇനി ഇതിൻ്റെ 4-ാം ഭാഗത്തേക്കുള്ള ഒരു ഹിൻഡ് കൂടി ചിത്രം അവസാനിപ്പിക്കുമ്പോൾ വരുന്നുണ്ട്. 4-ാം ഭാഗവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴും അതിനപ്പുറം 1-ാം ഭാഗവും 2-ാം ഭാഗവും ചെയ്തതിനപ്പുറം എന്തെങ്കിലും കാര്യങ്ങൾ ദൃശ്യം 4-ലേക്ക് എത്തുമ്പോൾ സംഭവിക്കുമോ എന്നുള്ളത് തീർച്ചയായും സംശയകരമായ കാര്യമാണ്. ഇനി എന്താണ് ജിത്തു ജോസഫ് കൊണ്ടുവരുന്നത്? കാരണം ഇപ്പോൾ കൊറോണ കാലഘട്ടത്തിലാണ്, ഈ 2020 കാലഘട്ടത്തിലാണ് ദൃശ്യം 2 വരുന്നത്. അതിനേക്കാളും 4-5 വർഷം മുമ്പാണ് ദൃശ്യം ആദ്യ ഭാഗം വരുന്നത്. ഇപ്പോൾ 6 വർഷത്തിന് ശേഷമാണ് വീണ്ടും ജോർജ് കുട്ടിയും കുടുംബവും വീണ്ടും നമുക്ക് മുമ്പിൽ എത്തുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ ഏറ്റവും വലിയ സ്റ്റാർഡം വാല്യൂ ഉള്ള സ്റ്റാർ എന്നത് മാത്രമല്ല, മോഹൻലാലിൻ്റെതായ ഒരു കരിസ്മ, മോഹൻലാലിൻ്റെതായ മാനനിറങ്ങൾ, മോഹൻലാലിൻ്റെതായ ചില അഭിനയ വൈദഗ്ധ്യങ്ങൾ, ഇതൊക്കെ നമ്മൾ അദ്ദേഹത്തെ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം നൽകുന്ന സ്ക്രീൻ പ്രസൻസ്, അദ്ദേഹം ഓരോ ഷോട്ട്സിനും നൽകുന്ന പ്രത്യേകമായ ചില ഭാവാഭിനയങ്ങൾ, ചിലപ്പോൾ നിശബ്ദത കൊണ്ടുപോലും അദ്ദേഹം അഭിനയിക്കുന്ന രംഗങ്ങൾ പലതവണ നമ്മൾ കണ്ടവരാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ദൃശ്യം സീരീസ് അതിനോട് തീർച്ചയായും നീതി പുലർത്തി എന്ന് വേണം പറയാം. മോഹൻലാലിനോട് നീതി പുലർത്തുന്ന ഭാഗമായിരുന്നു ദൃശ്യം 3 എന്നുള്ളത്. പറഞ്ഞു വരുന്നത് മോഹൻലാൽ എന്നുള്ള സ്റ്റാറിനെ കുറിച്ചാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി മലയാള സിനിമയെ ലോകത്തിന് മുമ്പിൽ അല്ലെങ്കിൽ രാജ്യത്തിന് മുമ്പിൽ യശസ്സുയർത്തിക്കൊണ്ടുള്ള മുമ്പോട്ട് പോക്കിന് ഏറ്റവും സഹായകരമാവുന്ന സംഭാവനകൾ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ താരമാണ് മോഹൻലാൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഈ ഒരു അദ്ദേഹത്തിൻ്റെ റീമേക്ക് ചെയ്ത ചിത്രങ്ങളിൽ ഒന്നാണല്ലോ ദൃശ്യത്തിൻ്റെ റീമേക്ക്. അദ്ദേഹത്തിന് നേരത്തെ വലിയ സ്വീകാര്യത നേടിയ കിരീടത്തിൻ്റെ റീമേക്ക്. ഈ റീമേക്കിൽ അദ്ദേഹത്തിൻ്റെ റോളുകൾ ചെയ്ത ആളുകൾ കന്നഡയിലാണെങ്കിലും തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഏത് ഭാഷകളിലാണെങ്കിലും അവർ അഭിനയിച്ച രംഗങ്ങളും മോഹൻലാൽ അഭിനയിച്ച രംഗങ്ങളും പരസ്പരം ഈ ഇൻസ്റ്റാഗ്രാം റീൽസിലോ അല്ലെങ്കിൽ റീൽസിലോ ഒക്കെ നിരന്തരമായി വരാറുണ്ട്. അത് കണ്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. മോഹൻലാൽ എന്ന താരത്തിൻ്റെ വൈദഗ്ധ്യം എത്രത്തോളമാണെന്ന്, അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും എത്രത്തോളമാണെന്ന് നമ്മളെ ഓരോ സമയത്തും ത്രസിപ്പിക്കുന്ന രംഗങ്ങൾ നമുക്ക് സമ്മാനിച്ചതിൽ അദ്ദേഹത്തിനുള്ള കഴിവ് എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. മറ്റുള്ള ഭാഷകളിൽ ഇത് റീമേക്ക് ചെയ്തപ്പോഴുണ്ടാവുന്ന അവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാർ വാല്യൂ ഉള്ള ആളുകളാണ് അഭിനയിച്ചത്. പക്ഷേ അവർ നൽകിയ ആ കഥാപാത്രത്തിന് കൊടുക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ഡെപ്ത്, ഏറ്റവും മികച്ച രീതിയിൽ അഭിനയിക്കുകയും ആ കഥാപാത്രങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തത് തീർച്ചയായും മോഹൻലാൽ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൻ്റെ മോഹൻലാൽ വീണ്ടും നിറഞ്ഞാടുകയാണ് തിയേറ്ററുകളിൽ. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ബോക്സ് ഓഫീസ് വിജയം കൊണ്ട് മാത്രം അളക്കേണ്ട ഒരു താരമല്ല, പകരം
ആ ഒരു ഷോട്ടിലേക്ക് അദ്ദേഹം കടക്കുന്നത്. പലപ്പോഴും സെറ്റിലുണ്ടാവുന്ന അനുഭവങ്ങൾ പലരും പങ്കുവെക്കുന്നത് അദ്ദേഹം സെറ്റിലുണ്ടാവും, തമാശ പറയും, കാര്യങ്ങൾ സംസാരിക്കും. സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ അദ്ദേഹം ഷോട്ടിലേക്ക് കടക്കും. ആ ഷോട്ടിലേക്ക് പോയാൽ പൂർണ്ണമായിട്ടും ആ കഥാപാത്രമായിട്ട് മാറും. ഇതാണ് മോഹൻലാലിൻ്റെ ഒരു സ്റ്റൈൽ എന്നുള്ളത്. ആ സ്റ്റൈല് അത്രയും പെട്ടെന്ന് ആ കഥാപാത്രത്തിലേക്ക് മാറാൻ അദ്ദേഹത്തിന് എല്ലായ്പ്പോഴും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൃശ്യം 3യും അത്തരത്തിൽ മോഹൻലാലിൻ്റെ കഴിവിൻ്റെ പരമാവധി മുതലെടുത്ത ഒരു സിനിമയാണെന്ന് തന്നെ പറയാം. പൂർണ്ണമായിട്ടും ജോർജ് കുട്ടി ഒരിക്കൽ കൂടി നമ്മൾക്ക് മികച്ച അനുഭവങ്ങൾ നൽകുമ്പോൾ മോഹൻലാൽ തുടരും എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്.